എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു പാലക് പനീറിൻ്റെ റെസിപ്പിയാണ്. ഇവിടെ കുറച്ച് പനീർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് വരാം. അപ്പോൾ കുറച്ച് ബട്ടർ ഇട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കുറച്ച് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ. അപ്പോൾ ഇതായി വന്നിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ടൊന്ന് കമാറിയാൽ മതി. ഇനി ഈ കടായിലേക്ക് തന്നെ കുറച്ചുകൂടെ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ സവാള, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റാണ് കേട്ടോ. പിന്നെ കുറച്ച് തക്കാളി. ഇനി ഇതിനകത്ത് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത സവാള. ഇനി വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ. ഇതിനകത്ത് ബട്ടർ തന്നെ ചേർക്കണമെന്നില്ല കേട്ടോ, നമ്മൾ സൺഫ്ലവർ ഓയിലായാലും ചേർക്കാം. ഞാൻ ബട്ടർ ഉണ്ടായിട്ടാണ് ചേർത്തത്, അത് കുറച്ചുകൂടി ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ചേർത്തത് കേട്ടോ. നിങ്ങൾക്ക് വേറെ ഏത് ഓയിൽ വേണം ചേർക്കാം, പക്ഷേ വെളിച്ചെണ്ണ ഒഴിച്ച് അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല കേട്ടോ ഇങ്ങനെയുള്ള ഡിഷിൽ. ബാക്കി നമ്മുടെ നാടൻ ഡിഷിലൊക്കെ ഓക്കെ, പക്ഷേ ഇതിനകത്ത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി കുറച്ച് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ്. ഇതിൻ്റെയൊക്കെ നന്നായിട്ട് പച്ചമണം മാറണം കേട്ടോ. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഇതേ കുറച്ച് പാലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ചേക്ക്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് ഇതിനകത്തൊന്ന് ഇത് ബോയിൽ ചെയ്തെടുക്കണം. ഇപ്പോൾ വെള്ളം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതിയേ. എന്നിട്ട് ഈ പാലൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്, നമുക്കെടുക്കാം. ഇതൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, വെളുത്തുള്ളി, ഇഞ്ചിയും സവാളയൊക്കെ. അപ്പോൾ ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത് പനീർ മസാലയാണ്. പനീർ മസാല വേണമെന്നില്ല കേട്ടോ, നമ്മുടെ ഗരം മസാല ചേർത്താലും മതി. അപ്പം എല്ലാം കൂടെ നന്നായിട്ട് അതിൻ്റെയൊക്കെ ഒന്ന് പച്ചമണം മാറണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഇതുപോലെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്, പാലക്കാണ്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം.
ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് തിളച്ചതിന് ശേഷം പനീർ ഇട്ട് കൊടുക്കാമേ. ഇനി അവസാനം കുറച്ച് ഇത് അണ്ടിപ്പരിപ്പാണ് കേട്ടോ, നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയ അണ്ടിപ്പരിപ്പാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഒരു പാലക് പനീർ റെഡി ആയിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് കുറച്ച് മുളക് കൂടിയിട്ട് മണ്ടയിൽ ഒഴിച്ചാലും വളരെ ടേസ്റ്റാണ് കേട്ടോ. ഞാൻ എന്തായാലും ഒഴിക്കുന്നില്ല, അങ്ങനെയൊക്കെ ഒഴിച്ചാലൊക്കെ വലിയ ടേസ്റ്റാണിത്. അപ്പോഴൊക്കെ പാലക് പനീർ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.